മകനില്ല. ഞങ്ങളിപ്പോ വന്നേക്കുന്നത് ദേ ഇവിടെ കണ്ണു വരക്കാനാണ്. എന്ത് വരക്കുന്നേ? കണ്ണാണോ? കണ്ണു വരക്കാട്ടോ. ഞങ്ങളിപ്പോ ഉള്ളത് നിർവാണ ലൈഫ് പാത്തിലാണ്. അതുകൊണ്ട് റബേക്ക മോളെ സിവിറ്റൽസിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. റബേക്കൊക്കെ പഠിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടാ. പഠിക്കാനൊക്കെ അതായത് ഓർമ്മയിൽ നിൽക്കണില്ല അക്ഷരങ്ങളൊക്കെ അല്ലേടാ. അതൊക്കെ മാറിയിട്ടോ, ഇപ്പൊ മാറി. അപ്പൊ അങ്ങനെ ഞങ്ങള് എന്താ സംഭവം എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചിട്ട് ഞങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഒരു സൊല്യൂഷൻ തന്നത്, അത് അവളുടെ പ്രശ്നം എന്താണെന്നൊക്കെ കണ്ടുപിടിച്ച് അവളെ എങ്ങനെ പഠിപ്പിക്കണമെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്നത് ഈ നിർവാണ ലൈഫ് പാത്ത് എന്ന് പറയുന്ന സ്ഥാപനമാണ്. അപ്പൊ അവിടെ ഇപ്പം ലൈഫ് സ്കില്ലിന്റെ ട്രെയിനിങ് നടക്കുന്നുണ്ട്. ഇപ്പൊ സാറക്കുട്ടീനെ കൊണ്ടുവന്നതാണ്. ആൾക്ക് ഇപ്പൊ +1 ഒക്കെ ആയപ്പോഴേക്കും ഒരു ടെൻഷനൊക്കെ. അപ്പൊ ഇത് ഈ കണ്ണ് വരപ്പിക്കുന്ന ആളാരാന്ന് കാണിച്ചത്. അനന്തു നിർവാണയിലെ അനന്തുവാണ് ഇവരെ അടക്കിയിട്ട് കണ്ണു വരപ്പിക്കുന്നത്. ഇത് അനന്ത് വരച്ചാണ് അനന്തു? ഞാനടുത്ത് പ്രിന്റ് എടുത്താണ്. നല്ല ഭംഗിയാണ്. അപ്പൊ അനന്ത് എന്ന കലാകാരൻ ദേ ഇവിടെ റബേക്കനെ ഇവള് വരച്ച കണ്ണെവിടെയാ നോക്കട്ടെ. ഇത് എമ്മിക്കുട്ടിയുടെ കണ്ണട്ടോ. എമ്മിക്കുട്ടിയുടെ കണ്ണിന് 10ൽ 10 കൊടുത്തിട്ടുണ്ട്. രണ്ടുപേർക്കും 10ൽ 10. ഇത് റബേക്കയുടെ കണ്ണ്. കൊള്ളാടി, കൊള്ളാം കേട്ടോ. എന്താ കിട്ടി? ഒപ്പിട്ടോ? ഒപ്പിട്ടോ? ഇതോ തനിയിട്ട് വേണോ? അല്ല അടുത്ത് കാണിച്ച. ഓക്കെ, അടിപൊളി. ഓ ഈ കണ്ണ് ഭയങ്കര സൂപ്പർ കണ്ണാട്ടോ. ഹലോ, ഞങ്ങള് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു. അപ്പം ചേച്ചിനെ കാണിച്ചില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിർവാണ കേട്ടോ. നിർവാണയാണ്. സിവിറ്റൽസിൽ നമ്മൾ വിശദമായിട്ടുള്ള വീഡിയോ ഉണ്ട് അല്ലേ? മാം മാത്രമല്ല, ഇവിടെ വേറെ 2-3 പേരും കൂടെ ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നടക്കാം. പിള്ളേർക്ക് ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ വന്നാൽ മതി അല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ കരിയർ ഉണ്ടെങ്കിലും പാരന്റ്സിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഒക്കെ നമ്മൾ വരാം. അതെ, അതുപോലെ നമുക്കിപ്പോൾ കരിയറൊക്കെ തിരഞ്ഞെടുക്കാനേ കുട്ടികൾക്ക് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അവർക്കും അറിയാൻ പറ്റില്ല, അവർക്ക് എന്താണ് അനുയോജ്യമായിട്ടുള്ളതെന്ന് നമുക്കും അറിയാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഈ നിർവ്വാണം നമ്മളെ സഹായിക്കും. അവർക്ക് അല്ലെ അവരുടെ പൊട്ടൻഷ്യൽ എന്താണ്, അവർക്ക് ഏത് മേഖലയിലേക്ക് പോയാലും വിജയിക്കും എന്നൊക്കെ സഹായിക്കും. തീർച്ചയായിട്ടും അറിയാൻ പറ്റും. ക്ലാസ് കഴിഞ്ഞ് സാറ് സാറ് പൊളിയാണ്. വിഷ്ണു സാർ, വിഷ്ണു ലോന ജേക്കബ്. വിഷ്ണു ലോന ജേക്കബ്. അത് ഞാനിപ്പോഴാട്ടോ ശ്രദ്ധിച്ചത്. വിഷ്ണു ലോന ജേക്കബ്. മറ്റേന്ന് ഒരു കുട്ടി റൂമായിരുന്നേ അല്ലേ? അത് ഇത്രയും ഇപ്പൊ എനിക്ക് നല്ല ഫോട്ടോ എടുക്കണം. അപ്പൊ ഞങ്ങളങ്ങനെ ഒരു ഫോട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന വീഡിയോയിലൊന്നും ഇല്ല, പുതിയതാണല്ലേ? അതെ, പക്ഷെ പുലിയാണ്. നമ്മുടെ ഡോക്ടർ സണ്ണിയുടെ ആരോ ആണെന്നാണ് പുലിയാണെന്നാണ് പറയുന്നത്. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കാലിബ്രേറ്റ് ചെയ്യുന്ന ആളാണ്. ഓരോരുത്തർ അസുഖങ്ങളാണെങ്കിലും ഡിസോർഡേഴ്സ് ആണെങ്കിലും ഒക്കെ. അതെ. എവിടെയാ പഠിച്ചേ? ഞാൻ ഡൽഹിയിലാണ് പഠിച്ചത്. പിന്നെ എന്റെ ഒരു ഫ്രണ്ടിന്റെ വളരെ അടുത്ത അത് പറഞ്ഞില്ല ടോപ്പിക്കിന് സമാധാനം വരില്ല. ജിക്സിമോളെ പോലെ ഇരിക്കണമെന്ന് ഇതിനകത്തൂടെ പ്രത്യേകം പറയണം. അത് ക്ലോസ് കാണിച്ചേ. ജിക്സിമോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ കാണട്ടെ എന്നല്ലേ? അതെ, ഇങ്ങനെ നോക്കുമ്പോ തോന്നണില്ല, നേരിട്ടാ തോന്നണേ. നേരിട്ട് തനിയാണ് ഒരു രക്ഷയില്ലെന്നാണ് ഹൈറ്റ് അടക്കം കണ്ണിന്റെ ജിക്സിമോൾ പാവല്ലേ, എന്തൊക്കെ ചെയ്യിക്കണം. സ്കൂളിലെ ടീച്ചറാണ്. സാറ് മാത്രല്ല, ഇവരുടെ ടീച്ചറായിരുന്നു കമ്പ്യൂട്ടറില്. എഡിസൺ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞ് നിക്കാടോ. വേണ്ടി വരും. അമ്മ ഒത്തോക്കളുടെ പൈസ അവന്റെ എന്നൊക്കെ പറഞ്ഞാലോ
പോവാ നോക്കുന്ന. ഓക്കെ, അപ്പൊ ടാറ്റ, ടേക്ക് കെയർ. അനന്തു. എന്ത് കഴിക്കണം? സിലോണിലെ സിലോണിലെ പൊറോട്ട. എനിക്ക് പൊറോട്ട വേണ്ട, ഇവിടെ പൊറോട്ട സൂപ്പറാണ്. എനിക്ക് കേർഡ് റൈസും സൂപ്പറാണ്. സൂപ്പറാണ്. ഇത് കേർഡ് റൈസ് ഉണ്ട്. നോക്ക്, കഴിച്ചോക്ക്, കഴിച്ചോക്ക്. കൊള്ളാമോ? എന്റെ മാത്രം ഞാൻ ക്ലീൻ ആയിട്ട് ഫിനിഷ് ചെയ്തു. അയ്യടാ ഏട്ടാ, ഞാൻ ക്ലീൻ ആയിട്ട് കഴിച്ചു. എങ്ങനെയുണ്ട്? കൊള്ളാവോ? എമ്മി എങ്ങനെയുണ്ട് ഫുഡൊക്കെ? എമ്മി ഇപ്പോഴും നമുക്ക് കലിപ്പ് മാറിയിട്ടില്ല. എമ്മി ഭയങ്കര കലിപ്പാണ്. അവളുടെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം. രക്തകാളിനെ പോലെ രക്തകാളി. എടുത്തോട്ടെ, എമ്മി എമ്മി എടുത്തോട്ടെ. എമ്മി ഇവിടെ സർവീസിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേ, എങ്ങനെ ഉണ്ടായി? എമ്മി എന്നെ പോലെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കി കേട്ടോ കുടിക്കണത്. ഫുഡൊക്കെ എങ്ങനെയുണ്ട്? ഫുഡാണോ? ഫുഡാണ്. എമ്മി നിന്റെ ഒരു അഭിപ്രായം പറ. അഭിപ്രായം പറ. വണ്ടി വേണ്ടേ? ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പോന്നു അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണത്? ഇനി എന്താ ചെയ്യാൻ പോണെന്നുള്ളത് സീക്രട്ടാണ്. ഇന്നാ പിടിക്കൂ. ഒരാൾ ലിപ്സ്റ്റിക് ഇട്ടു, ഇന്നാടെ ചോയ്ക്ക്. അത് ഞങ്ങൾ അങ്ങനെ നിർവ്വാണയിൽ പോയി ക്ലാസ് കൂടി തിരിച്ചു വന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. ഇനി റബേക്ക കുട്ടിക്ക് ഒന്നുമില്ല. റബേക്കക്ക് സാധിച്ചിട്ടില്ല. സാധിച്ചിക്ക് ബർത്ത്ഡേ ആയിട്ടില്ല. റബേക്കയുടെ ബർത്ത്ഡേക്ക് റബേക്ക കൊടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ കാണാം. ബൈ.